നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷനെ പറ്റിയിട്ടാണ്. മെഡിറ്റേഷൻ എന്നാൽ എന്താണെന്നും അത് ഏതൊക്കെ വിധത്തിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് നോക്കാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ നിന്നും വിട്ട് നമ്മൾ ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു ശ്വാസത്തിലേക്കോ മന്ത്രത്തിലേക്കോ ഒക്കെ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ലയ അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥേനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്പോട്ട്, ഒരു ചുമരുമോ ഒരു പൊട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വട്ടം വരച്ചിട്ട് കാണത്തക്ക രീതിയിൽ ഒരു സ്കെച്ച് പേന കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് അതിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ ഫുൾ ഫോക്കസ് കൊടുത്ത് എത്ര ടൈമിൽ ഇരിക്കാൻ പറ്റുന്നു. അതായത് നമ്മൾ ആദ്യമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഒട്ടും മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം നമ്മളൊരു 5 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെയാണ് ചെയ്യുക. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളും ഉണ്ടാവും നമുക്ക്. ചിലർക്ക് അതായത് അതൊക്കെ സപ്രസ്സായിട്ടിരിക്കുകയായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർക്ക് ഒരു സംഗീതത്തിനോടുള്ള വാസനകളുണ്ടാവും, കഴിവുണ്ടാവും. അതുപോലെ ഡാൻസിനോടായിരിക്കും, ചിലർക്ക് എഴുത്തിനോടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ചിത്രം വര അങ്ങനത്തെയൊക്കെ ആയിരിക്കും കഴിവുകളുണ്ടായിരിക്കുക. പക്ഷേ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമോ സിറ്റുവേഷൻസോ ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും. നമ്മുടെ ആ കഴിവ് ഓട്ടോമാറ്റിക് പുറത്ത് ഇറക്കാൻ നമുക്ക് സാധിക്കും. അതിൽ നമുക്ക് ഉയരാൻ സാധിക്കും. അങ്ങനെ കലാകാരന്മാരുടെ കേസിലാണെങ്കിൽ ആ ഒരു പ്രത്യേകത നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഉണ്ടാവും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ എന്ത് കഴിവുണ്ടോ അത് മെഡിറ്റേഷനിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഓട്ടോമാറ്റിക് ഇങ്ങനെ അത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആണ് ഫോക്കസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാത്തിനോടും നമുക്കൊരു ഇതായിട്ട് വിരക്തി തോന്നിയിട്ട് നമുക്ക് ഏറ്റവും ഉയർന്നൊരു തലത്തിലേക്ക് മനസ്സിനെ എത്തിക്കാൻ ഈ മെഡിറ്റേഷനിലൂടെ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ രണ്ടെന്നല്ല പല കാര്യങ്ങളുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ സാധാരണ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, മീൻസ് നമുക്കിപ്പോൾ ക്ലാസ് എടുക്കണു, സ്റ്റുഡൻസ് ആണെങ്കിൽ ക്ലാസ് എടുക്കണു, പക്ഷേ ക്ലാസ്സിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോകണില്ല. എപ്പോഴും ചിന്തകൾ. ഇപ്പോൾ ഒരാളെ ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് എന്താ പറയണേന്നുള്ളത് കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ വേറെ പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷേ അവർ വിചാരിക്കണ പോലെ അവരുടെ കഴിവ് അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവിനെ ഉയർത്താൻ സാധിക്കാതെ വരാം. കാരണം എന്താ, നമ്മുടെ മനസ്സ് അപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ വേറെ പല ചിന്തകളിലേക്കും പോവുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാവുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറും. അപ്പോൾ നമുക്ക് എന്താണോ അതിലേക്ക് പൂർണ്ണ കോൺസെൻട്രേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കുന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മക കഴിവുകൾ വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് സമാധാനം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ, എപ്പോഴും വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി നല്ല സന്തോഷവും ആനന്ദവും നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. നമ്മളൊരു വസ്തുക്കളിൽ നിന്നും ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആനന്ദവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക്
ഏതൊക്കെ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് ശ്രദ്ധിച്ചിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു വസ്തുവിനെ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ടോ എന്തെങ്കിലും ഒരു ചുമരുമോ വെച്ചിട്ട് നമ്മൾ കുറച്ച് അകലെ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കാം. അപ്പോൾ അതങ്ങനെ നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോഴേക്കും ചിന്തകൾ വരും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറ്റാവുന്നത് 5 മിനിറ്റോ 3 മിനിറ്റോ എത്ര ആയിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ അത്രയും നേരം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അതിലേക്ക് തന്നെ. അപ്പോൾ ചിലപ്പോൾ ചിന്തകൾ വരും, നമ്മൾ അതിനെ അടിച്ചമർത്താനൊന്നും നിൽക്കണ്ട. പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പൊട്ടിലേക്കോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വരച്ച് വെച്ച ആ സ്പോട്ടിലേക്കോ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങൾ, വണ്ടികളുടെ ഒച്ച, അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല. നമ്മൾ ഒരു റൂമിലോ അല്ലെങ്കിൽ റൂമിലിരിക്കുകയാണെങ്കിലും നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക, കാരണം എയർ നമ്മൾ അകത്തേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക, ഒരു പായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അതിലിരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ശ്വാസം നമ്മൾ വലിക്കണതും വിടണതും മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഫസ്റ്റ് ചെയ്യണവരൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ ചിന്തകളുടെ പുറകെ പോവാണ്ട് നമ്മൾ വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ചിന്തിക്കല്ലേ എന്ന് വിചാരിച്ച് അതിനടിച്ചമർത്തി ഇരിക്കല്ല. ചിന്തകൾ വരും പോവും, പക്ഷെ നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് രീതി, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കുറേ ചിന്തകൾ ഇങ്ങനെ വരും, പിന്നെ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരും, ലാസ്റ്റ് ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെയാണ് വരാം. അപ്പോൾ അതാണ് ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ. പിന്നെ സെക്കൻഡ് നമ്മളിപ്പോൾ 2 രീതി പറഞ്ഞു. ഒന്ന് ശ്വാസത്തിൻ്റെ, ഒന്നൊരു പോയിൻ്റ്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള രീതി. അതിപ്പോൾ അതല്ല, ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു വിളക്കോ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ നാളല്ലേ അതിലേക്ക് കണ്ണിങ്ങനെ നോക്കി അതിൽ ഫോക്കസ് ചെയ്ത് നിന്നാലും അത് മെഡിറ്റേഷനാണ്. അപ്പം നമുക്ക് തീരുമാനിക്കാം ഏതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഒരു ഫോട്ടോയിലേക്ക് വേണമെങ്കിൽ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കത്ര നമ്മുടെ ഒരു ഫോട്ടോ ആകുമ്പോൾ നമുക്ക് ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഒബ്ജക്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കും ഫോട്ടോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുക്കുക. ഈ പറഞ്ഞ പോലെ ഒരു വിളക്കിൻ്റെ ഇതെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മെഴുകുതിരിയുടെ നാളത്തിലേക്ക് നോക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് നോക്കിയിട്ട് ഒരു സന്ധ്യാസമയത്ത് ഒരു നക്ഷത്രത്തിലേക്ക് മാത്രം നമ്മളൊരു ഫോക്കസ് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ വേണമെങ്കിൽ അതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. അതാണ് നമ്മൾ 2-3 ടൈപ്പ് പറഞ്ഞേക്കുന്നത്. പിന്നെയുള്ളൊരു മെഡിറ്റേഷൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കണ്ണടച്ച് നമ്മുടെ ഉള്ളിൽ വന്നു പോണ ചിന്തകളെ വെറുതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വാച്ച് ചെയ്ത് എന്തൊക്കെ നമുക്ക് ചിന്തകൾ വരുന്നു അതിനെയൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഉള്ള മെഡിറ്റേഷനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതും ഒരു പ്രത്യേകതയാണ്. ഈ ഒബ്ജക്റ്റ് നോക്കണ പോലെ തന്നെ നമ്മൾ ചിന്തകളെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഒരു മെഡിറ്റേഷനാണ്. പിന്നെയുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മന്ത്ര മെഡിറ്റേഷനാണ്. മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പല മന്ത്രങ്ങൾ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ പതുക്കെ ശ്വാസം വലിക്കുമ്പോൾ നമ്മളൊരു മന്ത്രം, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ ഓം ശ്വാസം വലിക്കുമ്പോൾ വിചാരിക്കുക, അല്ലെങ്കിൽ നമശിവായോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം എന്ന് വെച്ചാൽ അത് ശ്വാസം വിടുമ്പോൾ അത് മനസ്സിൽ വിചാരിക്കാം. ഓംന്ന് വലിക്കുമ്പോഴും വിടുമ്പോൾ ഇങ്ങനെയും വിചാരിക്കാം നമശിവായാന്നോ, എന്താണ് നിങ്ങൾ ചെയ്യണ മന്ത്രം എന്ന് വെച്ചാൽ അങ്ങനെ അതിൽ ഇങ്ങനെ കണ്ണടച്ചിട്ട് അതിൽ മാത്രം ശ്രദ്ധിക്കാം, ആ മന്ത്രത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ക്രിസ്ത്യൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശോ എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ശ്വാസം പതുക്കെ വലിക്കാനും വിടാനും പാടുള്ളൂ. വലിക്കുമ്പോൾ ഈന്ന്
നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വലിക്കുമ്പോൾ ഈന്ന് മനസ്സിൽ വിചാരിക്കണം, വിടുമ്പോൾ ഈശോ അങ്ങനെ നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ ആ ഉച്ചാരണത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോഴേ നമ്മൾ മെഡിറ്റേഷൻ മോഡിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ മുസ്ലിംസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാ ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ശ്വാസം വലിക്കുമ്പോൾ ആന്ന് മനസ്സിൽ വിചാരിക്കണം, വിടുമ്പോൾ ള. അങ്ങനെ നമ്മൾ അപ്പോൾ നമ്മൾ അള്ളാ എന്നുള്ളത് നമ്മുടെ മനസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ, അതായത് നമ്മുടെ ഇഷ്ടം ദൈവം ഏതാണോ ആ മന്ത്രമായിരിക്കണം, ആ പേരായിരിക്കണം നമ്മൾ ശ്വാസം വലിക്കുമ്പോഴും വിടുമ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത്. അതിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യണം. ശ്വാസം പതുക്കെ വലിച്ച് വിടാവൂ. അതിനനുസരിച്ച് ഈ മന്ത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മന്ത്രത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കിടന്നുറങ്ങണ സമയത്ത് നമുക്ക് മനസ്സിലിങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഉറങ്ങുമല്ലോ. ഉറങ്ങിക്കഴിയുമ്പോഴും നമ്മുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും, അത് നമ്മളറിയാതെ തന്നെ. അപ്പോൾ അതിൻ്റെ പവറും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈശ്വരനിലേക്ക് അടുക്കാനും ഈ മന്ത്രങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളും, എല്ലാ നമ്മുടെ സ്വഭാവങ്ങളിലുള്ള മാലിന്യങ്ങളും എല്ലാം ഈ മെഡിറ്റേഷനിലൂടെ കഴുകിക്കളയണ പോലെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം തന്നെ അതാണ്. പല പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞറിയിക്കണേക്കാളുപരി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മെഡിറ്റേഷന്. അപ്പോൾ നമുക്ക് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാം, ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളത്. എങ്ങനെ ചെയ്താലും 100% റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ മന്ത്രങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതല്ലാതെ മറ്റ് മെഡിറ്റേഷൻ രീതികളെ പറ്റിയിട്ടും പറയാനുള്ളത്. വെറുതെ നമ്മൾ മനസ്സിനെ മാത്രം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും നല്ല മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പോഴും നമ്മൾ ഒരു ചിന്തകളില്ലാത്ത ഒരു പോയിന്റിലേക്ക് നമ്മുടെ മനസ്സെത്തും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് മെഡിറ്റേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുത്തരം വേറെ വീഡിയോയിൽ തരുന്നതായിരിക്കും. നന്ദി.